ഹമീദ്, ഇത് ആയിഷ്. ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് കൊടുക്കാം. ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ 250 ഗ്രാം ചിക്കൻ. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലില്ലാത്തത് കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 250 ഗ്രാമിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റ് ഞാനൊരു 1 മണിക്കൂർ സമയം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് അതിനുശേഷം നന്നായി കഴുകി കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി. ചില ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഭയങ്കരമായിട്ട് എന്താ പറയുക കട്ടി കൂടിപ്പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ചിക്കൻ കിട്ടും. വറുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, പകുതി ക്യാപ്സിക്കം ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കിയത്, സവാള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്, ഒരു സവാള ചെറുതായി നുറുക്കിയത്, 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ്, സ്പ്രിംഗ് ഓണിയൻ 2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 2.5 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ, 1/2 ടീസ്പൂണോളം വിനീഗർ, 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ്, പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർക്കണം. ഇപ്പോൾ ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 10 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കുറയ്ക്കുക. പിന്നെ ചില്ലി ചിക്കനിലാണ് പച്ചമുളക് നന്നായി കുറച്ച് കൂടുതലുള്ളതാണ് നല്ലത് എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. ഇത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, 8 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 1 ടീസ്പൂൺ സെലറി ചെറുതായി നുറുക്കി, വറുത്ത് കോരാൻ ആവശ്യമുള്ള എണ്ണ. ഒരിക്കലും ചൈനീസ് ഐറ്റംസ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്, അതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവും. അപ്പോൾ മാക്സിമം ഇതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. 1 ടീസ്പൂൺ എള്ളെണ്ണ, അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഇതിൽ കുറച്ച് എള്ളെണ്ണ അവസാനം സ്പ്രിങ്കിൾ ചെയ്യാറുണ്ട്. 1/2 ടീസ്പൂണോളം പഞ്ചസാര. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇത് സോയാ സോസാണ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 മുട്ട, കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം വിനീഗർ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളം. ഞാൻ നമ്മുടെ ചിക്കനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ പീസാക്കുന്നതാണ് ഇഷ്ടം. ഇപ്പം നിങ്ങൾക്ക് വലിയ പീസാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ചെറിയ പീസാക്കിയാലാണ് അതിലേക്ക് നന്നായി സോസും അതൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണെന്ന് കാണാം. ഒരു ബൗൾ എടുക്കുക, ആ ബൗളിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർക്കുക, മൈദ 1 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്യണം. പിന്നെ അല്പം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. സോയാ സോസ് ഒഴിച്ചിട്ടുള്ള കാര്യം നമ്മൾ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, കുറച്ച് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിൽ ആവശ്യത്തിന് ഉള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ബാറ്ററാക്കി മാറ്റണം. എന്നിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പുണ്ട്. നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് ഇത് ഒരു അറ്റ്ലീസ്റ്റ് 20 മിനിറ്റെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അടച്ചിട്ട്, അപ്പോൾ പെട്ടെന്ന് പിടിച്ചോളും. ഒരു രീതിയിൽ മതി, ഒരുപാട് കോൺഫ്ലവറും മൈദ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി മതി. അതായത് ഇതുമ്പോൾ ജസ്റ്റ് ഒന്ന് കോട്ടായാൽ മതി. അപ്പോൾ 10-20 മിനിറ്റ്, ഞാനൊക്കെ 1 മണിക്കൂറൊക്കെ സാധാരണ വെക്കാറുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിലേക്ക് നല്ല ഉപ്പും കുരുമുളകും എല്ലാം നന്നായി പിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരുപാട് ചൂടാവാൻ പാടില്ല കേട്ടോ. ഒരുപാട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിക്കൻ ഇട്ട വശം തന്നെ അത് പെട്ടെന്ന് കരിഞ്ഞ് മുകളിലേക്ക് പൊന്തിപ്പോൾ തന്നെ അറിയാൻ പറ്റും കറക്റ്റാണോ ചൂടുന്ന്. ഇതിപ്പോൾ കറക്റ്റ് ചൂടാണ്. എന്നിട്ട് എപ്പോഴും ഇച്ചിരി മീഡിയം ആക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ. ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് ഫ്രൈ ചെയ്യാൻ പാടില്ല. അതായത് അത് ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് മാറും. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല അതിൽ. ഇതിനുള്ളിൽ ഒരു ഓറഞ്ച് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും, പക്ഷേ നമ്മൾ പിള്ളേർക്കൊക്കെ ഉള്ളതല്ലേ. ഹോട്ടലിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൽ അജിനോമോട്ടോ ചേർക്കും. നമ്മളതൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ റെഡി ആവും കേട്ടോ. ഒരു ഗോൾഡൻ ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കട്ടെ കേട്ടോ, വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കറക്റ്റായിട്ട്. ഉണ്ടോ? ആയിട്ടുണ്ടത്. നമുക്കിത് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, അതിലൊരു ഇത് വന്നിട്ടില്ല. നമ്മളൊന്നാമത് ഉപ്പ് വെള്ളത്തിലും
ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ vareva.com ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഷെഫ് പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പാണത്. നമുക്ക് ചിക്കനൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ, അതിൽ ഞാൻ തൈരും ചേർക്കാറുണ്ടത് മാത്രം, ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് വരും. നാട്ടിലുള്ള ചിക്കൻ പ്രത്യേകിച്ച് പറയേ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഒരുമാതിരി എന്താ പറയുക, ചകിരി കഴിക്കുന്ന പോലെയായിരുന്നു ചിക്കൻ കഴിച്ചിട്ട്, ഒരു സോഫ്റ്റും ഇല്ലാത്തൊരു ചിക്കൻ. അപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ നല്ല ടെൻഡർ ആയിട്ടുള്ള, അതായത് ചെറിയ കോഴീനെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ ആണെങ്കിൽ നല്ല ചിക്കൻ കിട്ടും. അല്ലാണ്ട് മൂത്ത കോഴി ഒട്ടും നന്നായി ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ഇളയ കോഴി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക നാട്ടിലൊക്കെ ആണെങ്കിൽ. ഇവിടെ പിന്നെ ചിക്കൻ ബ്രസ്റ്റ് അവൈലബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അടുത്ത ബാച്ചും കൂടി ഇതുപോലെ തന്നെ വറുത്ത് കോരി എടുക്കുക. അപ്പൊ നമുക്കിനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ സോസ് പാൻ, ഒരു അടി കട്ടിയുള്ള പാത്രം ചൂടാക്കാൻ വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. അപ്പൊ ഈ ചൈനീസ് ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വേണം ആദ്യത്തെ വഴറ്റിലൊക്കെ വഴറ്റാൻ. അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇച്ചിരി കൂടെ ആവാം, ഒരുപാട് ആവണ്ട. നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ 1/2 കിലോ ചിക്കൻ ആണെങ്കിൽ തന്നെ ഞാൻ ആദ്യം തന്നെ എല്ലാ ചിക്കനും ഒരുമിച്ച് വറുത്ത് വെക്കും. പക്ഷേ ഉണ്ടാക്കുമ്പോൾ 1/4 കിലോ വീതമായിട്ട് എപ്പോഴും ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അത് എല്ലാ സാധനങ്ങളും 1/2 കിലോന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കും. പക്ഷേ കുക്കിങ് 1/4 കിലോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോസുകളൊക്കെ കറക്റ്റായിട്ട് പിടിക്കാനും ഒക്കെ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിൽ, ഇപ്പോൾ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 1 പോർഷൻ എന്നല്ലേ നമ്മൾ പറയാറ്. അപ്പോൾ അപ്പോഴാണ് കറക്റ്റായിട്ട് അതിൽ നന്നായി പിടിക്കാറുള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എനിക്ക് എപ്പോഴും കിട്ടാറില്ല ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ട് കുറച്ചായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇത് ജസ്റ്റ് വഴറ്റി വരുന്ന സമയത്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ സോസിൽ കൂടെ. ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതും കുറച്ച് നേരം ഒന്ന് കിടന്ന് വഴറ്റണം. കാരണം ഇതിൻ്റെ പച്ചമണം പോകണം. സവാളയുടെ ഒക്കെ പച്ചമണം മാറിയില്ലെങ്കിൽ കറിയുടെ തന്നെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതൊക്കെ വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് സെലറിയുടെ പ്രത്യേക ഒരു ഫ്ലേവർ ആഡ് ചെയ്യും. സെലറി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇടാൻ പാടില്ല കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാലും നന്നായി ഉണ്ടായില്ല. കുറച്ചിട്ടാൽ മതി. 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞത്. ഇതായിട്ട് വരുമ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അതിൻ്റെ പച്ച കളർ ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ ഡെക്കറേറ്റിംഗ് സമയത്ത് ഇട്ട് കൊടുക്കാനുള്ളത് മാറ്റി വെക്കണം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇടാം. എന്നിട്ട് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചില്ലി പേസ്റ്റ്, 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചില്ലി പേസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കാൻ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വറ്റൽമുളക് വാങ്ങി അത് അതിൻ്റെ ഉള്ളിൽ നടുവായിട്ടൊന്ന് പൊളിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത് കുരു മാറ്റി കളയാം. അപ്പോൾ അതെപ്പോഴും ഗ്ലൗസ് ഇട്ട് ചെയ്യായിരിക്കും നല്ലത്. കാരണം എരിവ് നമ്മൾ കൈ നീറാൻ ചാൻസ് ഉണ്ട്. പൊളിച്ച് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. ഒരു 1/2 hour ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിൽ നിന്ന് വെള്ളം കളഞ്ഞ് അത് മിക്സിയിലിട്ട് അടിക്കുക. അല്പം വിനീഗറും കൂടെ ചേർത്ത് അടിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ സമയത്തേക്ക് മാത്രമാണെങ്കിൽ വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ബാക്കിയുള്ള സോസുകൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനൊരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഇച്ചിരി നേരം ഒന്ന് വഴറ്റണം. നമ്മുടെ ചില്ലി പേസ്റ്റ് ഇപ്പോൾ ഇല്ലെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല. അതിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എമൗണ്ട് അങ്ങ് കൂട്ടി കൊടുത്താലും മതിയാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചമുളക് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എരിവ് കുറഞ്ഞ മുളകാണ്. അതുകൊണ്ടാണ് എണ്ണം കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു മുളക് കാണണമല്ലോ, മുളകാണല്ലോ അതിൻ്റെ ഭംഗി. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വളരെ എരിവ് കൂടുതൽ മുളകാണെങ്കിൽ എണ്ണ അതിനനുസരിച്ച് കുറയ്ക്കണം. അതുപോലെ തന്നെ സ്പൈസ് ലെവൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് നല്ല സ്പൈസി ഫുഡാണ് ഇഷ്ടം. അപ്പോൾ പക്ഷേ ചില എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നില്ല. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് സോയാ സോസ് ഒഴിച്ചു. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ ആദ്യം ഒഴിക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര. കാരണം ഈ ടൊമാറ്റോ കെച്ചപ്പിലും ഉള്ള പുളി എനിക്കിഷ്ടമില്ലാത്തൊരു പുളിയാണ്. കൂടുതൽ പുളിയായിട്ട് തോന്നാറുണ്ട് എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. പഞ്ചസാരയുടെ അളവ് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാരയോട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര എന്നുള്ള സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഞാൻ ഇടാറുണ്ട്. എന്നാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. 2 പിഞ്ച് ഇട്ടാലും മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടെന്ന് മാത്രം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എപ്പോഴും ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളം അതിൽ ഒഴിക്കരുത്. ഇപ്പോഴും നല്ല ചൂടുവെള്ളം വേണം ഒഴിക്കാൻ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടെക്സ്ചറേ മാറിപ്പോവും, ടേസ്റ്റ് മാറും.
ആ സ്മെല്ലൊക്കെ മാറും, ഒരു പച്ചമണം വരും. എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ വേണമെങ്കിൽ കോൺഫ്ലോറിൽ കലക്കി ഒഴിക്കാൻ പക്ഷെ ഞാൻ കോൺഫ്ലോർ ഒഴിക്കാറില്ല ഇപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ എല്ലാം കൂടി അങ്ങ് ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും. നിങ്ങൾക്ക് അത് പക്ഷെ അത് ഇഷ്ടമാണെങ്കിൽ അല്പം അവസാനം ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്ചർ മാറ്റം വരും. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചൂടുവെള്ളം. നമ്മളിപ്പോൾ ഇതിലിട്ട് ഉപ്പിട്ടിട്ടില്ല തീരെ, കാരണം ഞാൻ സോയാ സോസ് ഒഴിച്ച കാരണം ഉപ്പിട്ടിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് എത്ര വേണമെന്ന് തീരുമാനിക്കാൻ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. പിന്നെ ക്യൂബ്സ് ആയിട്ടുള്ള സവാളയും ക്യാപ്സിക്കും ഞാൻ എപ്പോഴും അവസാനം ഇടാറുള്ളൂ. കാരണം ഒരുപാട് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം അലിഞ്ഞു പോവും. നമ്മൾ കണ്ടിട്ടില്ലേ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതൊന്ന് കടിക്കണം. ഈ സവാളയും ക്യാപ്സിക്കും ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇതിൻ്റെ ഞാൻ ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഇതിൽ തന്നെ നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സോയാ സോസും ഉപ്പിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്ന സോയാ സോസിൽ ഒഴിച്ചപ്പോൾ നല്ല ഉപ്പുള്ള ടൈപ്പായിരുന്നു അത്. അതുകൊണ്ട് ഇതിലിപ്പോൾ അല്പം ഉപ്പിട്ടാൽ മതിയോ, അതുകൊണ്ട് ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചേച്ചി 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാൻ പറഞ്ഞൊന്നും ഒഴിക്കരുത്. എപ്പോഴും നിങ്ങളുടെ സോയാ സോസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം വേണം അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ തീരുമാനിക്കാൻ. അതുപോലെ തന്നെ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പും പലതും പല ടേസ്റ്റാണ്. അതുകൊണ്ട് അതും നമ്മളെപ്പോഴും കുറച്ച് ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം. അല്ലാണ്ട് ഒരുമിച്ച് എല്ലാ സാധനം ഒരുമിച്ച് ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അത് മാറ്റങ്ങൾ വരാം. ആദ്യം 2 ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് അത്യാവശ്യത്തിന് എരിവുണ്ട്. ഇനി നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്ന് കുക്കാവട്ടെ. ഓൾറെഡി കുക്ക്ഡ് ആണ്. എന്നാൽ ഈ സോസൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അഥവാ നമ്മളുടെ എന്തെങ്കിലും ഫ്രൈ ചെയ്തപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലങ്ങ് പരിഹരിക്കാം. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് സോയാ സോസോ അല്ലെങ്കിൽ എരിവോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ ഒക്കെ കുറവ് തോന്നുകയാണെങ്കിൽ ഇപ്പോഴും ആഡ് ചെയ്താലും മതി കേട്ടോ, കുഴപ്പമില്ല. ഇതിലെല്ലാം ഉണ്ട് കറക്റ്റായിട്ട്, നല്ല എരിവുണ്ട്. ഇതുപോലെ എല്ലാ പീസിലും സോസ് നല്ലോണം കവർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോഴാണ് ഉള്ളിലോട്ടൊക്കെ അത് ഇറങ്ങുള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ അല്പം എള്ളെണ്ണ, അതായത് നല്ലെണ്ണ ഒഴിക്കുന്ന 1 ടീസ്പൂൺ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു മണം, അതായത് ചൈനീസ് ഫ്ലേവർ കിട്ടണമെങ്കിൽ നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ചൈനീസ് ഫ്ലേവർ വരും. പിന്നെ നമ്മൾ അജിനോമോട്ടോ ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഇനി ഇതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അത് ലാസ്റ്റ് മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആകെ വാടി അതിൻ്റെ ടേസ്റ്റ് ക്രഞ്ചിനെസ് നഷ്ടപ്പെടും. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ക്രഞ്ചിനെസ് ഇഷ്ടമില്ല, വാടിയിരിക്കുന്ന സവാളയാണ് അല്ലെങ്കിൽ ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇട്ടുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ അത് ഇട്ടോളൂ. ചില്ലി ചിക്കൻ റെഡിയാണ്. ഇതിൽ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും സവാളയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവും. ആ പച്ചമുളക് കൂടുതലായിട്ടും കാണണം ചില്ലി ചിക്കൻ എന്നുള്ളതിൻ്റെ ഇതാണ്. ചിലർ മല്ലിയില ഇടും, പക്ഷേ നമ്മൾ പ്രോപ്പർ ചില്ലി ചിക്കനിൽ മല്ലിയില ഇതില്ല. അതുകൊണ്ട് ഞാൻ മല്ലിയില ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.